ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മോംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡ്രിങ്ക് ആയിട്ടാണ്. ഒരു വെൽക്കം ഡ്രിങ്ക്, നമ്മുടെ വീട്ടിലൊക്കെ വിരുന്നുകാർ വരുമ്പം അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡ്രിങ്കാണ്. പിന്നെ ഈ ഒരു ഡ്രിങ്കിനകത്ത് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതൊരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ നമുക്ക് പറയാം ഇതിന് ഐസ്ക്രീം ചേർക്കാത്ത ഐസ്ക്രീം ഡ്രിങ്ക് എന്നോ ഐസ്ക്രീം വെള്ളം എന്നൊക്കെ പറയാവുന്ന ഒരു സൂപ്പർ ഡ്രിങ്കാണ്. നമ്മളെക്കാളും കൂടുതൽ ഇത് ഇഷ്ടപ്പെടുക നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 ലിറ്ററോളം ഉള്ള പാലാണ് എടുത്തിരിക്കുന്നത്. പാൽ ഞാൻ തിളപ്പിച്ചിട്ടില്ല, തിളപ്പിക്കാത്ത പാലാണ്. പിന്നെ എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് എന്നൊക്കെ പറഞ്ഞ് മേടിക്കാൻ കിട്ടില്ലേ നമ്മുടെ നാട്ടിലൊക്കെ. ഇപ്പോൾ പുറമേക്ക് അങ്ങനെ മേടിക്കാൻ കിട്ടും. നമ്മുടെ നാട്ടിൽ മിൽമ പാലിൻ്റെ പാക്കറ്റ് പാൽ എടുക്കുക. അപ്പോൾ 1/2 ലിറ്ററാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പോളം ഉള്ള പാലൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തൊരു കൂട്ട് തയ്യാറാക്കണം. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത്. അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 2.5 ടേബിൾ സ്പൂണോളമുള്ള കസ്റ്റർഡ് പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2.5 ടേബിൾ സ്പൂണിനേക്കാളും കൂടുതൽ ഒരിക്കലും കസ്റ്റർഡ് പൗഡർ ചേർക്കരുത്. നിങ്ങളിപ്പോൾ 1/2 ലിറ്റർ പാലിന് 2.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ 2 to 2.5 ടേബിൾ സ്പൂൺ ഉപയോഗിക്കാം. ഞാൻ 2.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കസ്റ്റർഡ് പൗഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാ ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈ ബേക്കറി സെക്ഷൻ്റെ ആ ഒരു ഭാഗത്ത് ഈ ബേക്കിംഗ് ആ ഒരു ഭാഗത്തൊക്കെ കിട്ടും കേട്ടോ. നിങ്ങളപ്പോൾ അത് മേടിക്കുക. ഇതുപോലെ കുറച്ചധികം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാനും കേക്ക് ഉണ്ടാക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിനകത്തോട്ട് ഞാൻ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ലിറ്റർ പാലിൽ നിന്ന് ഒരു 1/4 കപ്പ് പോലും ഇല്ല, അതിന് തൊട്ട് താഴെയുള്ളത്, അതായത് ഈ ഒരു പൗഡറൊക്കെ നന്നായി അലിയാൻ പാകത്തിന് വേണ്ടുന്നുള്ള പാല് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പൗഡർ നേരിട്ട് തന്നെ നമ്മുടെ പാലിലോട്ട് ചേർക്കാം. പക്ഷെ അങ്ങനെ ചേർക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കട്ട പിടിച്ച് ഇങ്ങനെ വലിയ വലിയ ലംസായിട്ട് കിടക്കും. അപ്പോൾ അന്നേരം നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അതൊന്ന് അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ ഇതൊരു പാലിനകത്ത് കലക്കി നല്ലൊരു സോഫ്റ്റാക്കി അല്ലെങ്കിൽ നല്ലൊരു സ്മൂത്ത് ആക്കിയിട്ടുള്ള ഒരു ലിക്വിഡായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതാ ഞാനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് യോജിപ്പിച്ചിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു മാജിക് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ആ ഡ്രിങ്കിന് ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതായത് നല്ല പാല് പോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യാമെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. പറഞ്ഞ പോലെ ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാൻ തന്നെ നോക്കണം. ഇനി അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, രുചിക്ക് വ്യത്യാസമൊന്നും വരത്തില്ല. പിന്നെ ഇതൊരു തിക്ക് മിൽക്ക് ആകുമ്പോൾ അതിൻ്റേതായൊരു ഐസ്ക്രീമിൻ്റെ ഒരു രുചിയൊക്കെ നമുക്ക് കൂടുതൽ കിട്ടും. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1/2 കപ്പോളം ഉള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കുക. ആദ്യമേ തന്നെ 1/2 കപ്പ് ചേർക്കണം എന്നില്ല. ഞാനിവിടെ കറക്റ്റ് അളവിനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് കുറവ് വേണം എന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പോളം എടുത്താൽ മതിയാവും. ഇനി നമുക്കിത് ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പഞ്ചസാരയൊക്കെ ഒന്ന് മിക്സ് ആവുന്നത് വരെ. അതിനുശേഷം ഈ ഒരു പാല് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് പാലൊക്കെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള നമ്മുടെ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതുപോലെ ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് നേരിട്ട് തന്നെ പൗഡർ ഇടാം. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്കും നന്നായി ഇച്ചിരി സമയം കൂടെ കൂടുതൽ നമ്മൾ എടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതാകുമ്പോൾ അങ്ങനെ അത്രയും പോലും വേണ്ട. പിന്നെ ഈ കസ്റ്റർഡ് പൗഡറിൻ്റെ ഈ ഒരു വെള്ളം നമ്മൾ ചേർക്കുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിൽ ഇടാൻ മറക്കരുത്. അല്ലാന്നുണ്ടെങ്കിൽ അപ്പാടെ തന്നെ അത് കട്ട പിടിക്കും. അപ്പോൾ അതാ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല തിക്കായിട്ട് വരുന്നത് വരെ, ഒത്തിരി തിക്കല്ല, കുറച്ച് നമ്മൾ ഈ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുന്ന ഒരു തിക്നെസ് ഉണ്ടല്ലോ, അതൊന്നും ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പഞ്ചസാര കുറച്ചും കൂടെ ആഡ് ചെയ്യണമെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ പഞ്ചസാര എല്ലാം കറക്റ്റാണ്. നമുക്ക് ഡ്രിങ്ക് ആയതുകൊണ്ട് ഒത്തിരി അങ്ങ് ഒരു ഐസ്ക്രീമിൻ്റെ പോലെയൊന്നും നമുക്ക് ഇടാനും പറ്റത്തില്ല. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന 1/2 ലിറ്ററിന് 1/2 കപ്പ് പഞ്ചസാര കറക്റ്റായിരുന്നു. അപ്പോൾ ഇതാ ഞാനൊന്ന് ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ടൊന്ന് കൊണ്ടുവരാം. അപ്പോൾ കണ്ടോ, ഇതിങ്ങനെ തിക്കായി വന്നിട്ടുണ്ട്, നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാട വരും നമുക്ക്. അപ്പോൾ ഇതൊന്ന് അല്പം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 1/2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് അതൊന്ന് തിക്കാക്കി എടുക്കണം. തിക്കാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് കൊണ്ടുവരാൻ, നല്ലൊരു സ്മൂത്തായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്.
അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇതൊരു കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂടാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അന്നേരം ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റി ഞാനിതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിനകത്താണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു നേരം കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിനകത്ത് ഇടാം. ഞാനിപ്പോൾ ഇവിടെ ആപ്പിൾ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ, ഒരു ഫ്രൂട്ടായിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് പഴം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി പഴമൊക്കെ ചേർക്കാം, പക്ഷെ അന്നേരം അതൊരു ഫ്രൂട്ട് സലാഡായി പോവും. ഞാനപ്പോൾ പേരിന് അല്പം കുറച്ചൊരു ആപ്പിൾ ചെറിയ കഷ്ണം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്. നിങ്ങൾക്കിങ്ങനെ ചെറുതായിട്ട് കടിക്കാനൊക്കെ ഇങ്ങനെ കിട്ടുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി നുറുക്കിയിടാം. ഞാനിപ്പോൾ ഇവിടെ ഗ്രേറ്റ് ചെയ്തിടുമ്പോഴത്തേക്കും അതും ഒരു രുചിയാണ് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞു, ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ഇങ്ങനെ ഒരു മുകളിലൊക്കെ നല്ലൊരു അത്യാവശ്യം ഒരു തിക്ക് ലെയറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു മിക്സിയുടെ വലിയ ജാറിനകത്താണ് ഞാൻ ഇടുന്നത്. മിക്സിയുടെ ജാറിനകത്തോട്ടൊന്ന് ഒഴിച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക്, രണ്ടും ഒന്ന് തന്നെയാണ്, ഞാൻ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വീട്ടിൽ. നമ്മളിങ്ങനെ ബേക്കറിയിൽ നിന്നൊന്നും മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അതിൻ്റെ റെസിപ്പി മുന്നേ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഓപ്ഷണലാണ്, വേണം എന്നൊന്നുമില്ല. കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു റിച്ച്നെസ് കിട്ടുന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ. അപ്പം ഇനി ഞാൻ ചേർക്കുന്നത് ഒരു 5 ഐസ് ക്യൂബ്സ് ചേർക്കുന്നുണ്ട്. ഈ ഒരു ഡ്രിങ്കിൽ ഒരിക്കലും നമ്മൾ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് അപ്പാടെ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഐസ് ക്യൂബ്സ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അതേ ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു ഗ്ലാസ്സിനകത്തോട്ട്, ഒരു സെർവിങ് ഗ്ലാസ്സിനകത്തോട്ട് ഇതൊന്ന് മാറ്റി ഒഴിക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ മേലെ ഞാൻ അല്പം നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആപ്പിൾ ഇങ്ങനെ ഒത്തിരി ഇടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിൽ ഇത് അടിച്ചെടുത്ത് കൊണ്ടുവന്നതിന് ശേഷം ഒരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ച് ഈ പറഞ്ഞ ഫ്രൂട്ട്സൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തിട്ട് പിന്നെ അതേപടി സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാൻ ചെയ്യാം. ഞാനിപ്പോൾ അതൊരു ഡ്രിങ്ക് ആയിട്ട് തന്നെ കുടിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ മേലെ ഇച്ചിരി ടോപ്പിംഗ് പോലെയാണ് ഈ ഒരു ആപ്പിൾ ഇടുന്നത്. പിന്നെ അല്പം കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുഞ്ഞിതായിട്ട് നുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കുക, അതാണ് കഴിക്കാൻ രുചി. പിന്നെ അതിന് പകരം നിങ്ങൾക്ക് ബദാം അങ്ങനെ ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പഴം ചേർക്കാം. പിന്നെ ഞാനിവിടെ ചെറി ഇടാനൊന്ന് ശ്രമിച്ച് നോക്കി. അപ്പോൾ ചെറി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചെറിയുടെ ഭാരം കൊണ്ട് അത് വെള്ളത്തിലോട്ടങ്ങ് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ചെറി ഇട്ടാലും കാര്യമൊന്നുമില്ല, അതങ്ങനെ അങ്ങ് നിൽക്കുകയുള്ളൂ, അത് പെട്ടെന്ന് അങ്ങ് താഴ്ന്നു പോവും. പിന്നെ അതിപ്പോൾ നമുക്ക് കുടിക്കുമ്പം കടിക്കാൻ കിട്ടും, ഈ ഒരു ചെറിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് നമുക്ക് ചിയ സീഡ്സ് അല്ലെങ്കിൽ ബേസിൽ സീഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അതായത് നമ്മുടെ നാട്ടിലെ കറുത്ത കളറുള്ള കസ്കസൊക്കെ നമുക്ക് വെള്ളത്തിലൊന്ന് കുതിർത്തിട്ടിട്ട് അതും ഇതുപോലെ ഇതിനകത്ത് മേലെ ഒന്ന് ഒരു സ്പൂൺ ഒഴിച്ച് കൊടുക്കുമോ, അല്ലെങ്കിൽ നമുക്കിത് ഈ ഒരു മിക്സിനകത്ത് നന്നായി ഈ ഒരു ഡ്രിങ്കിനകത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് ഒഴിക്കും, അങ്ങനെയൊക്കെ ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പല മാറ്റങ്ങളും വരുത്താം കേട്ടോ. പിന്നെ ഇതിന് നല്ലൊരു മഞ്ഞ കളറാണ്, നല്ലൊരു ലൈറ്റ് മഞ്ഞ കളറാണ്, കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. പിന്നെ എപ്പോഴും നമ്മളൊരു സാധാരണ നാരങ്ങ ജ്യൂസോ അല്ലെങ്കിൽ നാരങ്ങയുടെ വെള്ളമൊക്കെ വിരുന്നാർക്ക് കൊടുക്കാതെ നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി അല്ലെങ്കിൽ ഒരു ഡ്രിങ്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.